അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്ക് പോവുകയാണ്. ഇടതുപക്ഷ നിരീക്ഷകനാണ്. 22-23 പാർട്ടി കോൺഗ്രസുകളിൽ വളരെ കൃത്യമായി CPM നിലപാടെടുത്തിരുന്നു. അതായത് ഇവിടെ എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടത് മോദി സർക്കാരാണ്. മോദി എന്നത് ഫാസിസ്റ്റിന്റെ മുഖമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഫാസിസ്റ്റ് അല്ല എന്ന് CPM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിലൂടെ പറയുകയാണ്. അതായത് ഈ 2 സമ്മേളന കാലയളവുകൾക്കിടയിൽ 3 സമ്മേളന കാലയളവുകൾക്കിടയിൽ ഇത്തരത്തിൽ CPM-ന് മോദി ഫാസിസ്റ്റ് അല്ല എന്ന് ബോധ്യമാകാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾ വലിയ തിരിച്ചറിവിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചറിവിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? നോക്കുന്നു 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ അടുത്ത മാസം വരികയാണ്. അപ്പം അതിൻ്റെ കരട് പ്രമേയമാണ് വന്നിട്ടുള്ളത്. ഒരു കാരണവശാലും മോദി സർക്കാർ അല്ലെങ്കിൽ മോദി ഫാസിസ്റ്റ് അല്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കരട് പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ലല്ലോ. ഇപ്പം ഭരിക്കുന്ന പാർട്ടി, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഭരിക്കുന്ന പാർട്ടികളിൽ ഇപ്പം 10 വർഷം കൊണ്ട് ഭരിക്കുമ്പോഴത്തേക്ക് അതൊരു ഫാസിസ്റ്റിൻ്റെ രൂപത്തിലല്ല ഭരണം എന്നാണ് മാത്രം പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാലത്തും എപ്പോഴും CPM-ഉം അതുപോലെ തന്നെ CPI-യും തന്നെ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർത്തിട്ടുള്ളൊരു പാർട്ടിയാണ്. അത് സ്വാഭാവികമായി ഇനി എതിർക്കും. അതിപ്പം റോണി കെ ബേബി പറഞ്ഞ പോലെ നമ്മളൊരു മോദി സർക്കാരിനൊരു പ്രത്യേക ഒരു അജണ്ട വെച്ചിട്ട് കൊടുക്കണമെന്നല്ല. ഇത് നമ്മളൊരു 2 ടേം കൊണ്ട് മോദി സർക്കാർ വയ്ക്കുന്നു. ഇപ്പം 3-ാമത്തെ ടേമും കിട്ടിയിട്ടുണ്ട് BJP-ക്ക്. അപ്പം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വെച്ചാണ് CPM ഇങ്ങനെ ഇറക്കിയിട്ടുള്ളതെന്നാണ് എൻ്റെ ധാരണ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ആധികാരികമായി CPM-ൻ്റെ കാര്യങ്ങൾ പറയാൻ 2 തവണ മോദി അധികാരത്തിലിരുന്നു. ഇത് 3-ാം തവണയാണ് അധികാരത്തിലിരിക്കുന്നത്. ആ കഴിഞ്ഞ കാലയളവിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഫാസിസ്റ്റ് സ്വഭാവം കേന്ദ്ര സർക്കാരിന് ഇല്ല, BJP സർക്കാരിന് ഇല്ല എന്ന തിരിച്ചറിവിലേക്ക് CPM എത്തിയത്. അതായത് വളരെ കൃത്യമായി ഈ രാജ്യത്ത് കാര്യങ്ങൾ നടക്കുന്നു. ഫാസിസ്റ്റ് രീതിയിലല്ല ഇവിടുത്തെ രാജ്യത്തെ ഭരണം മുന്നോട്ട് പോകുന്നത്. പകരം വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഇവിടുത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയാതെ പറയുകയല്ലേ CPM-ഇതിലൂടെ ചെയ്യുന്നത്? അങ്ങനെയല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഇപ്പം 22-ഉം 23-ഉം പാർട്ടി കോൺഗ്രസ്സിൽ അപ്പോഴത്തേക്ക് മോദി സർക്കാർ വന്നതെന്ന് വെച്ചാൽ ഒരു ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് തന്നെ അവർ വന്നിട്ടുള്ളത് അല്ലേ? ശ്രീരാമക്ഷേത്രം എന്നുള്ള ഒരു ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് തന്നെ അവർ വന്നിട്ടുള്ളത്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് CPM-നും അല്ലെങ്കിൽ പാർട്ടിക്കും നമ്മളെ ഇന്ത്യത്തിനും ലോകരാഷ്ട്രങ്ങൾക്കുമല്ല മോദി സർക്കാർ ഒരു ഫാസിസ്റ്റിൻ്റെ നയത്തിൽ എന്നാൽ വികസിത രീതിയിലായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നമ്മൾ എന്തും അന്ധമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ BJP-യൊക്കെ സതീഷ് വസന്ത്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഇവിടെ കവലകൾ തോറും ഇവിടെ പ്രസംഗിച്ചത് എന്തായിരുന്നു? മോദി ഫാസിസ്റ്റ് ആണ്, ഫാസിസ്റ്റ് ഭീകരതയാണ് ഈ രാജ്യത്ത് നടപാടുന്നത്. അതുകൊണ്ട് ഈ ഫാസിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യൂ, ആ സഖ്യത്തെ അധികാരത്തിലേക്കു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ക്യാമ്പയിൻ നടത്തിയത്. എന്തുകൊണ്ട് ഈ ചെറിയ കാലയളവിൽ മോദി ഫാസിസ്റ്റ് അല്ല, കേന്ദ്ര സർക്കാർ BJP ഫാസിസ്റ്റ് അല്ല എന്ന നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തി? അതിന്റെ ഘടകമാണ് അറിയേണ്ടത്. അല്ല, ഞാൻ ഒരു കരട് പ്രമേയം ചർച്ചയ്ക്ക് വെക്കാൻ വേണ്ടി വന്നിട്ടുള്ളതിന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ താഴെ ഘടകങ്ങൾക്കും അത് കൊടുത്തിട്ടുള്ളതിന് അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം CPI-ക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്, CPI-ML-ന് പ്രത്യേകമാണ്. അഡ്വക്കേറ്റ് സതീഷിലേക്ക് വരാം. CPM-ന്റെ ഒരു രീതി അനുസരിച്ച് പാർട്ടി കോൺഗ്രസുകൾക്ക് മുന്നോടിയായി ഇത്തരത്തിൽ ബന്ധപ്പെട്ട പാർട്ടി കോൺഗ്രസിൽ എടുക്കേണ്ട രാഷ്ട്രീയ നിലപാട് എന്താണ്, അടവ് നയം എന്താണ് എന്നുള്ള കാര്യത്തിൽ സമഗ്രമായ ഒരു ചർച്ചയ്ക്കാണ് ഈ രാഷ്ട്രീയ പ്രമേയം സാധാരണഗതിയിൽ ബ്രാഞ്ച് തലത്തിൽ വരാറുള്ളത്. അതിൽ ചില ഭേദഗതികൾ മുന്നോട്ട് വയ്ക്കും, കേന്ദ്ര സമിതിക്ക് ആ ഭേദഗതികൾ പരിശോധിക്കും, ഒടുവിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിന് അന്തിമ രൂപം നൽകും. ഇതാണ് ഒരു രീതി. പക്ഷേ വളരെ അസാധാരണമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വളരെ കൃത്യമായി പറയുകയാണ്, മോദി ഫാസിസ്റ്റ് അല്ല, നിയോ ഫാസിസ്റ്റുമല്ല BJP സർക്കാർ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത് അസാധാരണമായ ഒരു നീക്കം തന്നെയല്ലേ? നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളിത് രഹസ്യ ഇതെന്നാണ് പറഞ്ഞാണ് നിങ്ങളിത് പറയുന്നത്. ഇത് CPM-ൻ്റെ ഒരു വക്താവും ഇതിനെപ്പറ്റിയുള്ള ചർച്ചയും പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്നാൽ തന്നെ ഇത് പറയാൻ നമ്മൾ ഈ പഴയ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ
പുതിയ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. CPM എന്ന് പറയുന്നത് എന്നും ന്യൂനപക്ഷത്തിനായിരുന്നാലും ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും ഭൂരിപക്ഷ വർഗീയതയിലും എതിർത്തുകൊണ്ട് നിൽക്കുന്നതാണ്. ഇപ്പം മോഡി സർക്കാർ ആദ്യം വന്നത് നിങ്ങൾ പറഞ്ഞ പോലെ 22-21 പാർട്ടി കോൺഗ്രസ് പറഞ്ഞത് സ്പഷ്ടമായിട്ട് കറക്റ്റാണ്. അപ്പോൾ ഫാസിസ്റ്റ് നയങ്ങളോടുകൂടിയാണ് വന്നത്. പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അതൊരു ഫാസിസ്റ്റ് നയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു നയത്തിലേക്ക് മോഡി സർക്കാർ പോകുമ്പോഴത്തേക്ക് അതിന് നമ്മൾ അന്ധമായി നമ്മൾ എതിർക്കേണ്ട ആവശ്യമുണ്ടോ? അത് CPM-ൻ്റെ എനിക്ക് തോന്നുന്നു CPM-ൻ്റെ വക്താക്കൾ പാർട്ടിയിലെ അംഗങ്ങൾ പറഞ്ഞു. ഞാൻ വെച്ചാൽ ഒരു ഘടകകക്ഷിയുടെ നേതാവാണ്. നമുക്ക് LDF-ൻ്റെ കാര്യമുണ്ട്. ഇപ്പോൾ CPI എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. CPM ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഓരോ കാരണങ്ങൾ കാണും. ആ നയം CPM-നെ തിരുത്തേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അല്ല, തിരുത്തേണ്ടി വന്ന ഇതിപ്പോൾ കരട് പ്രമേയമല്ലോ, ചർച്ചയ്ക്ക് വേണ്ടിയല്ലേ പൊതുജനങ്ങൾക്കും അതുപോലെ പാർട്ടി താഴെ ഘടകങ്ങൾക്കും കൊടുത്തിട്ടുള്ളത്.